ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തട്ടിക്കൊണ്ടുപോയത് ഒരു യുവാവിനെയാണെന്നും ഒന്നിലധികം പേരെയാണെന്നുമെല്ലാം സൂചന. കോൺഗ്രസ് ദൂരക്കാഴ്ചയില്ലാത്ത പാർട്ടിയാണെന്ന് ബിനോയ് വിശ്വം. രാഹുലിനെ വയനാട്ടിലേക്ക് അയച്ചത് അതുകൊണ്ട്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും ബിനോയ് വിശ്വം. സഭാ നേതൃത്വത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി സംഗമം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഏകീകൃത കുർബാന വിഷയത്തിൽ വിശ്വാസികളെ തെരുവിൽ തല്ലിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. എന്നാൽ സംഭവത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് ഇപ്പോഴും. തട്ടിക്കൊണ്ടുപോയത് ഒരു യുവാവിനെയാണെന്നും ഒന്നിലധികം പേരെയാണെന്നുമെല്ലാം സൂചനയുണ്ട്. ഇതിലേറെ വലിയ തലവേദനയാകുന്നത് തട്ടിക്കൊണ്ടുപോയെന്ന് ഉറപ്പുള്ള യുവാവ് ആരാണെന്നത് വ്യക്തമായിട്ടുള്ളതാണ്. ഇന്നലെ രാവിലെയാണ് ആലുവയിൽ ഭക്ഷണം കഴിച്ചിറങ്ങുന്നതിനിടെ ഒരു യുവാവിനെ ബലമായി ആഡംബരക്കാരിലെത്തിയ മറ്റൊരാൾ കൊണ്ടുപോകുന്നത് ചിലർ കണ്ടത്. എന്നാൽ ആരെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പ്രതികളെക്കുറിച്ചും വ്യക്തമായ സൂചനകളൊന്നും ഇല്ല. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കസ്റ്റഡിയിലെത്തിയിരിക്കുന്ന 2 പേർ വാഹനം വാടകയ്ക്ക് കൊടുക്കുന്ന ഇടനിലക്കാരാണ്. ഇവരെ ചോദ്യം ചെയ്ത് വരുന്നതേയുള്ളൂ. കേസിൽ മിസ്സിംഗ് പരാതിയുമായോ മറ്റെന്തെങ്കിലും തരത്തിലോ സംഭവത്തിൽ ആരും എത്തിയിട്ടില്ല എന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ഇതിനിടെ ഇന്നലെ തട്ടിക്കൊണ്ടുപോയത് 3 പേരെയാണെന്ന അഭ്യൂഹവും ശക്തമാണ്. ഭക്ഷണം കഴിച്ച ഒന്നിച്ചിറങ്ങി വന്നത് 3 പേരായിരുന്നു. ഇവരിൽ ഒരാളെ മാത്രമാണ് തട്ടിക്കൊണ്ടുപോയത്. ബാക്കി 2 പേർ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെയല്ല, 3 പേരെയും കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്നെല്ലാം പ്രചരണവുമുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും തന്നെ പോലീസ് ഇനിയും വ്യക്തത വരുത്തിയിട്ടില്ല. മീഡിയ ടൈം, ആലുവ. കോൺഗ്രസ് ദൂരക്കാഴ്ചയില്ലാത്ത പാർട്ടിയാണെന്ന് ബിനോയ് വിശ്വം. രാഹുലിനെ വയനാട്ടിലേക്ക് അയച്ചത് അതുകൊണ്ടാണ്. കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും ബിനോയ് വിശ്വം തൃശ്ശൂരിൽ പറഞ്ഞു. നാട്ടിലേക്ക് രാഹുൽ ഗാന്ധി പ്രതികളെ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ടുള്ള ദൂരക്കാഴ്ചയില്ലായിരുന്നു. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ രാഷ്ട്രീയമായ ദൂരക്കാഴ്ചയില്ലാത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയപ്പോഴാണ് കോൺഗ്രസിലേക്ക് ആളുകൾ രാഹുൽ ഗാന്ധിയെ നിർബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. ദൂരക്കാഴ്ച ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഒഴിവാക്കണമെങ്കിൽ. കാരണം ഈ മഹാസമരത്തിന്റെ കേന്ദ്ര സ്ഥാനം കേരളമല്ല. 20 എംപിമാർ മാത്രമാണ് കേരളം. ഒറ്റ BJP-ക്കാരെ പോലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളം. അവിടെ എല്ലാം ഇതിന്റെ ഫോക്കസ് 200 പേർ സീറ്റുള്ള ഹാർട്ട്ലാൻഡ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യയാണ് അതിന്റെ ഫോക്കസ്. അവിടെയാണ് RSSന്റെയും BJP-യുടെയും തള്ളിക്കേണ്ടത്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട സമരകേന്ദ്രം. അവിടെ തൊട്ട് രാഹുൽ ഗാന്ധികൾ തള്ളി പറഞ്ഞയക്കുക വഴി കോൺഗ്രസ് കാണിച്ചത് അതിന്റെ ദൂരക്കാഴ്ചയിലേറെയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റിനെതിരെ വീണ്ടും ഹൈക്കോടതി. അന്വേഷണം നീളുന്നതിൽ കോടതി അതൃപ്തി അറിയിച്ചു. എന്നാൽ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും ചില രാഷ്ട്രീയക്കാരുടെ പങ്കിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ED അറിയിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പൂർത്തിയാക്കാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് കോടതി വ്യക്തമാക്കി. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 ബാങ്കുകളിൽ അന്വേഷണം നടക്കുന്നതായി ED വ്യക്തമാക്കിയിരുന്നു. ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. അന്വേഷണത്തിനിടയിലുണ്ടാകുന്ന കോടതി ഇടപെടലുകൾ അന്വേഷണത്തിൻ്റെ വേഗം കുറയ്ക്കുന്നതായി ED കോടതിയെ അറിയിച്ചു. സഹകരണ രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നത് കോടതികൾ സ്റ്റേ ചെയ്തെന്നും ED വ്യക്തമാക്കി. പകുതിയിലേറെ അന്വേഷണം പൂർത്തിയായി. മറ്റുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ED കോടതിയെ അറിയിച്ചു. കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടും മരവിപ്പിച്ചതിനെതിരെ പ്രതിയായ അലി സാബ്രി നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. മീഡിയ ടൈം, കൊച്ചി. സഭാ നേതൃത്വത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി സംഗമം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ. ഏകീകൃത കുർബാന വിഷയത്തിൽ വിശ്വാസികളെ തെരുവിൽ തല്ലിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കി. കുർബാന വിഷയം സഭാ നേതൃത്വം പരിഹരിച്ചില്ലെങ്കിൽ സഭാ ആസ്ഥാനത്ത് അനിശ്ചിതകാല നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏകീകൃത കുർബാന വിഷയത്തിൽ വിശ്വാസികളെ
തെരുവിൽ തല്ലിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കിയത് സിനഡ് പിതാക്കന്മാരടങ്ങിയ സഭാ നേതൃത്വമാണെന്ന് സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി സംഗമം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നടപ്പാക്കാൻ കഴിയാത്ത തീരുമാനങ്ങൾ അൽമായരിലേക്ക് പങ്കുവയ്ക്കരുതായിരുന്നു. ഈ വിഷയത്തിൽ വിശ്വാസികൾക്ക് സഭാ നേതൃത്വത്തെക്കാളും വിശ്വാസം കോടതിയെയാണെന്നും ഇവർ പറഞ്ഞു. നോമ്പുകാലം അവസാനിക്കുന്നതോടുകൂടി കുർബാന വിഷയം സഭാ നേതൃത്വം പരിഹരിച്ചില്ലെങ്കിൽ വിശ്വാസികളെ സംഘടിപ്പിച്ച് സഭാ ആസ്ഥാനത്ത് അനിശ്ചിതകാല നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമരപരിപാടികൾ ഫൊറോന ആസ്ഥാനങ്ങളിലേക്കും പള്ളികളിലേക്കും വ്യാപിപ്പിക്കും. ഇതിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതകളിലെ 8 ഫൊറോനകളുടെ വീതം നേതൃത്വത്തിൽ 2 മേഖലാ വിശ്വാസി സംഗമങ്ങൾ സംഘടിപ്പിക്കും. ആദ്യ വിശ്വാസി സംഗമം 23-ന് വൈകിട്ട് 4-ന് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് റാലിയോടെ അങ്കമാലിയിൽ നടത്തുമെന്നും ഭാരവാഹികളായ ഡോക്ടർ MP ജോർജ്, പോൾ ചെയ്തലൻ, ഷൈബി പാപ്പച്ചൻ, ബേബി തെക്കൻ, ദേവസി പള്ളത്തൊട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കലാമണ്ഡലം ഗോപിയുടെ മകന്റെ പോസ്റ്റിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി. കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വ്യക്തമാക്കി. പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പാർട്ടിയും കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെ ഫേസ്ബുക്കിലെഴുതിയ കുറിപ്പ് വിവാദമായതോടെ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കിയിരുന്നു. സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വിശദീകരണം. സുരേഷ് ഗോപി അച്ഛനായ കലാമണ്ഡലം ഗോപിയാശനെ സന്ദർശിക്കാൻ വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഡിലീറ്റ് ചെയ്ത കുറിപ്പ്. കലാമണ്ഡലം ഗോപിയെ കാണാൻ സുരേഷ് ഗോപി വരുമെന്നും പത്മഭൂഷൺ കിട്ടേണ്ടേ, അതിനാൽ സമ്മതിക്കണമെന്നും കുടുംബ ഡോക്ടർ ആവശ്യപ്പെട്ട് തന്നെ വിളിച്ചിരുന്നുവെന്നാണ് മകൻ പറഞ്ഞത്. എന്നാൽ സുരേഷ് ഗോപിയോട് വരേണ്ടതില്ലെന്ന് പറയുകയായിരുന്നു. ഇത് വ്യക്തമാക്കുന്നതായിരുന്നു കുറിപ്പ്. എന്നാൽ പോസ്റ്റ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോസ്റ്റ് പിൻവലിച്ചതെന്ന് മകൻ പിന്നീട് പറഞ്ഞു. കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന അനീഷിനെയാണ്, അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെയാണ് ഏൽപ്പിൽ. എന്നാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് വന്നാലും ഒന്നും സ്ട്രാറ്റജി അത് നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എൻ്റെ വോയിസ് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാൻ പറയും. അവർക്ക് അതിന് നീരസമുണ്ടായാലും അവരോട് അനീഷിനെ കോൺടാക്ട് ചെയ്യാൻ പറയും. ഇനി അനീഷിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരടുത്ത് രഘുവിനെ കോൺടാക്ട് ചെയ്യാൻ പറയും. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. ഏതൊരു ഡോക്ടർ ബന്ധപ്പെട്ടു അതെനിക്ക് അതൊന്നും അറിയത്തില്ല. ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല. പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല, വ്യക്തികളുണ്ട്. അതെല്ലാ ജില്ലകളിലുമുണ്ട്, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട്. അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ അറിവിൻ്റെ ബലം. ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല. അങ്ങനെ പറഞ്ഞ ചില പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ, ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്. നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുള്ള ഒരാളാണല്ലോ. അപ്പൊ ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ലഘുഭക്ഷണം. ഇതെല്ലാം നിങ്ങളുടെ അടുത്തും അതിൻ്റെ ബൈറ്റൊക്കെ കാണുമല്ലേ, അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വേണമെങ്കിൽ. ഇതല്ല, രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ ലീലാകൃഷ്ണൻ നായർ അദ്ദേഹം ഒരുപാട് പൈസ ചിലവാക്കി ഗോപി ആശാൻ്റെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിട്ടുണ്ട്. അത് റിലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് ലീലയിൽ ഞാനാണ്. എനിക്ക് തോന്നുന്നത് 2011-12 മറ്റോ. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പ്രസരണ ശേഷി കണ്ടിട്ട് ബോംബെയിൽ ഇതേ ചടങ്ങ് വെച്ചു. അതിനും ഞാനാണ് പോയിരുന്നത്. അന്നും ഗോപി ആശാൻ ഉണ്ടായിരുന്നു. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല.
സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റെന്നും ചർച്ച അവസാനിപ്പിക്കണമെന്നായിരുന്നു മകൻ്റെ വിശദീകരണം. അതേസമയം കലാമണ്ഡലം ഗോപി ഗുരുതുല്യനാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രചാരണത്തിൻ്റെ ഭാഗമായി ആരെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി പറഞ്ഞാൽ ഗോപിയാശാനെ കാണും. എനിക്ക് യാതൊരു സ്ട്രാറ്റജിയും ഇല്ല. നേരെ ഞാൻ ഇറങ്ങുന്നത് ജനങ്ങളിലേക്കാണ്. പാർട്ടി തരുന്ന ലിസ്റ്റിൽ ആരെയൊക്കെ കാണണം എന്നുള്ളതനുസരിച്ചാണ് കാണുന്നത്. മീഡിയ ടൈം, തൃശ്ശൂർ. ദേശീയപാതയിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനു സമീപം ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു. ഇടതുവശത്തെ പുറകിലെ 6 ടയറുകളും കത്തിനശിച്ചു. ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുവാൻ സാധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. ദേശീയപാതയിൽ തൃശൂർ എറണാകുളം പാതയിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. പാലക്കാട് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ബേബി മെറ്റൽ കൊണ്ടുപോവുകയായിരുന്ന 16 ചക്രത്തിന്റെ വലിയ ടോറസ് ലോറിയാണ് കത്തിയത്. ചാലക്കുടി പുഴപ്പാലം കഴിഞ്ഞപ്പോൾ ലോറിയുടെ മധ്യഭാഗത്ത് നിന്ന് ബ്രേക്ക് ജാമയത്തിനെ തുടർന്ന് ചൂടായി പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ പാലക്കാട് ആലത്തൂർ സ്വദേശിയായ ലാൽ ലോറി ഒതുക്കി നിർത്തുവാനായി പറ്റിയ സ്ഥലം നോക്കി മുന്നോട്ട് പോരുന്നതിനിടയിൽ BRD കാർ ഷോറൂമിന് മുൻവശത്ത് ലോറി നിർത്തിയപ്പോഴേക്കും തീപിടിക്കുകയായിരുന്നു എന്ന് ലോറി ഡ്രൈവർ പറഞ്ഞു. ഉടനെ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുവാൻ സാധിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. ലോറിയുടെ ഡീസൽ ടാങ്കിനെല്ലാം തീ പിടിക്കുന്നതിന് മുൻപായി തീയണയ്ക്കുകയായിരുന്നു. ഈ ലോറി നിർത്തിയതിന് സമീപത്തായി 2 ആഴ്ച മുൻപ് ഡിവൈഡറിൽ ഇടിച്ചു കയറിയ ടോറസ് ലോറി ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതിന് സമീപത്തായിട്ടാണ് തീപിടുത്തമുണ്ടായത്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപായി തീയണയ്ക്കുവാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി. സംഭവം അറിഞ്ഞ് കൊരട്ടി SI ഷിബു സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാതയിൽ തൃശൂർ എറണാകുളം പാതയിൽ ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ AV രജു, സന്തോഷ് കുമാർ PS, അനിൽ മോഹൻ, അതുൽ S, രോഹിത് K, ഉത്തമൻ, നിഖിൽ കൃഷ്ണൻ, ഹോംഗാർഡ് KP മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മീഡിയ ടൈം, ചാലക്കുടി. കോനൂർ പാലമുറി കോട്ടവാതിൽ നെടുങ്കോട്ടയുടെ ഭാഗമായി അവശേഷിച്ചിരുന്ന കോട്ടയുടെ മുകളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലമരം ദുരൂഹ സാഹചര്യത്തിൽ കത്തിനശിച്ചു. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ് ഈ നെടുങ്കോട്ടയുടെ ഭാഗങ്ങളും പാലമരവും സ്തൂപവുമെല്ലാം. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വർഷങ്ങൾക്ക് മുൻപ് പരിസരവാസികൾക്ക് ഭീഷണിയെന്ന് ആരോപിച്ച് പാലമരം മുറിച്ചു മാറ്റുവാൻ നോക്കിയത് വലിയ വിവാദമായിരുന്നു. ഉണങ്ങി നിന്നിരുന്ന ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ പൂർണ്ണമായി കത്തിനശിച്ചത്. 10 അടിയോളം ഉയരത്തിൽ അവശേഷിക്കുന്ന കോട്ടയുടെ മുകളിലാണ് പാലമരം നിന്നിരുന്നത്. അടിഭാഗത്തു നിന്ന് തീ പിടിക്കുകയായിരുന്നെന്ന് പറയുന്നു. ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ AV രജു, അനിൽ മോഹൻ, S അതുൽ, രോഹിത് K ഉത്തമൻ, നിഖിൽ കൃഷ്ണൻ, ഹോംഗാർഡ് KP മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ശേഷിക്കുന്ന സ്മാരകമാണ് ഈ നെടുങ്കോട്ടയും അതിന്റെ അവശിഷ്ടങ്ങളും. ചരിത്ര സ്മാരകമായതിനാലാണ് ഇത് പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു പോരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടിയിൽ പിക്കപ്പ് വാൻ സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മ മരിച്ചു. സ്കൂട്ടർ ഓടിച്ചിരുന്ന മോതിരക്കണ്ണി സ്വദേശിനി 35 വയസ്സുള്ള റീന മാളിയേക്കലാണ് മരിച്ചത്. പോട്ടാശ്രമം ജംഗ്ഷനിൽ സർവീസ് റോഡിലായിരുന്നു അപകടം. അമിത വേഗത്തിലെത്തിയ പിക്കപ്പ് വാൻ റീന ഓടിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ദേശീയപാതയിൽ മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷൻ സമീപത്തായി 3 കാറും ഒരു സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 ആൾക്ക് പരിക്കേറ്റു. അങ്കമാലി ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുവാനായി സിഗ്നൽ നിർത്തിയിട്ടിരുന്ന കാറിൽ അങ്കമാലി ഭാഗത്തു നിന്ന് വന്ന കാർ വന്നിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ഈ കാർ മറിയുന്നതിനിടയിൽ മുൻപിലുണ്ടായിരുന്ന കാറിലിടിച്ച് മറിയുകയായിരുന്നു. പുറകിൽ വന്ന സ്കൂട്ടർ യാത്രക്കാരൻ മറിഞ്ഞ കാറിന്റെ പുറകിലിടിച്ച് തെറിച്ചു വീഴുകയായിരുന്നു. സ്കൂട്ടർ യാത്രക്കാരനും മറിഞ്ഞ കാറിലെ യാത്രക്കാരനും സാരമായി പരിക്കേറ്റു. ആറ്റുപാടത്ത് റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പറമ്പിൽ അടിക്കാടിന് തീപിടിച്ചു. 100 കണക്കിന് വാഴകൾ, തെങ്ങ്, തേക്ക്, മറ്റു മരങ്ങളും കത്തിനശിച്ചു. 20ഓളം സെന്റ് സ്ഥലത്തെ അടിക്കാടുകളാണ് കത്തിയതോടെ സമീപത്തുണ്ടായ വാഴയും മറ്റും കത്തിനശിക്കുകയായിരുന്നു. സമീപവാസികളും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കുന്നതിനിടയിൽ സംഭവം അറിഞ്ഞ ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സും കൊരട്ടി പോലീസും സ്ഥലത്തെത്തി തീകെടുത്തുകയായിരുന്നു. കൊടുങ്ങല്ലൂരിൽ ഭാരത് അരി വിതരണത്തെ ചൊല്ലി തർക്കം. പരാതിയെ തുടർന്ന് പോലീസ് അരി വിതരണം തടഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്ന് അരി വിതരണം പുനരാരംഭിച്ചു. മേത്തല കീഴ്ത്തോടി ജംഗ്ഷനിലാണ് ഇന്ന് രാവിലെ 8 മണി മുതൽ അരി വിതരണം നടന്നത്.
ഭാരത് അരി വിതരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അരി വിതരണം നിർത്തിവെപ്പിച്ചു. ഇതിനിടെ ഭാരത് അരി വിതരണം പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ അരി വിതരണം പുനരാരംഭിച്ചു. മാള മെഡ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും തൃശൂർ IMA ബ്ലഡ് ബാങ്കും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡ്സ് ക്യാമ്പസിൽ വെച്ച് നടന്ന രക്തദാന ക്യാമ്പിന് ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ ടി അംബിക ദേവിയമ്മ നിർവഹിച്ചു. വളണ്ടിയർ സെക്രട്ടറിമാരായ ഷഫീർ ലാൽ, സഫല സിനു, രുതിരസേന, യൂണിറ്റ് കോർഡിനേറ്റർമാരായ ആരോമൽ, അനിൽകുമാർ, ഐശ്വര്യ സുഗതൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പിൽ 50 യൂണിറ്റ് രക്തം ദാനമായി ലഭിച്ചു. പൂപ്പത്തി സോയൂസ്റ്റർ സോക്കർ ഫെസ്റ്റിനോടനുബന്ധിച്ച് സെക്യൂരിറ്റി വിഭാഗം കൈകാര്യം ചെയ്യുന്ന കൈരളി കളരി സംഘത്തിന് CR ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ജേഴ്സി കൈമാറി. വിഷ്ണു നമ്പൂതിരിപ്പാട്, മുഹമ്മദ് റാഫി, പ്രദീപ് മണപ്പുറം, CK പുരുഷോത്തമൻ, അനിയൻ അനാമ്പലത്ത്, CP പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. 2024 ഏപ്രിൽ 14 മുതൽ 21 വരെയാണ് സോക്കർ ഫെസ്റ്റ് അരങ്ങേറുക. ഇത് നമ്മളൊരു കുടുംബ ഉത്സവമാണ്. അത് എന്നും നിലനിൽക്കട്ടെ. ഈ സ്നേഹവും കാൽപന്ത് കളി നമ്മുടെ സ്നേഹബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വെള്ളാങ്കല്ലൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ആന്റോ ചുങ്കത്ത് നിർവഹിച്ചു. ചൊവ്വാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ആഘോഷമായി തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോജോ അരിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസഫ് കിഴക്കന്തല തിരുനാൾ സന്ദേശം നൽകും. തിരുനാളിന്റെ വിജയത്തിനായി വികാരി ഫാദർ ഷറൻസ് എളംതുരുത്തി, കൈക്കാരന്മാരായ രാജു പാറേക്കാടൻ, ജോയ് കോലങ്കണ്ണി, ഇഗ്നേഷ്യസ് കോലങ്കണ്ണി, ജനറൽ കൺവീനർ ഡെന്നി മഞ്ഞളി എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. കുഴൂർ കാക്കുളിശ്ശേരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. ഫാദർ സെബാസ്റ്റ്യൻ നടവരമ്പൻ കൊടിയേറ്റത്തിന് കാർമ്മികത്വം വഹിച്ചു. നാളെയാണ് തിരുനാൾ ദിനം. നാളെ നടക്കുന്ന ഊട്ടുനേർച്ചയ്ക്ക് മുന്നോടിയായി നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ജോസ് മാളിയക്കൽ കാർമ്മികത്വം വഹിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനവും ക്ഷേമവും ലക്ഷ്യമാക്കി കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന അലിവ് ചാരിറ്റബിൾ സൊസൈറ്റി 2ാമത് വാർഷിക ജനറൽ ബോഡി യോഗവും ഇഫ്താർ സംഗമവും നടത്തി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK രാജൻ ആശാവർക്കർമാർക്കും അങ്കണവാടി ടീച്ചർമാർക്കും ഉപഹാരങ്ങൾ നൽകി. അലിവ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ KK കുഞ്ഞിമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. അലിവ് പ്രസിഡന്റ് VM ഷൈൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുൾ ജമാൽ, KK സുൽഫി, റിയാസ് അൽ ഹസനി എന്നിവർ സംസാരിച്ചു. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനാകണം നമ്മുടെ വോട്ട് എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ അഴീക്കോട് മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP രാജ്യത്തെ മത രാഷ്ട്രമാക്കാനായിട്ടാണ് മത്സരിക്കുന്നത്. CPM തങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിർത്താനായാണ് മത്സരിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM സാദത്ത് അധ്യക്ഷനായി. KPCC അംഗം MK അബ്ദുൾ സലാം, DC സെക്രട്ടറി CS രവീന്ദ്രൻ, നൌഷാദ് ആറ്റുപറമ്പത്ത്, സുനിൽ ലാലൂർ, അബ്ദുൽ കരീം മൗലവി, PS മുജീബ് റഹ്മാൻ, PB മൊയ്തു, PP ജോൺ, K നൌഷാദ്, മനാഫ് അഴീക്കോടൻ, PK ചന്ദ്രബാബു, PM ലിയാഖത്ത് എന്നിവർ സംസാരിച്ചു. UDF എറിയാട് മണ്ഡലം കൺവെൻഷൻ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ UDF എറിയാട് മണ്ഡലം ചെയർമാൻ PM മുഹമ്മദ് സഗീർ അധ്യക്ഷത വഹിച്ചു. IUML എറിയാട് യൂണിറ്റ് നേതാവ് CA അബ്ദുൽ ജലീൽ, KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൾ സലാം, DC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PH മഹേഷ്, CS രവീന്ദ്രൻ, IUML നേതാവ് MK ഷാനിർ, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PB മൊയ്തു, പെരിഞ്ഞനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിനെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി LDF മഹിളാ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ വനിതാ സംഗമം നടത്തി. സംഗമം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. സുമാ ശിവൻ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, മഹിളാ ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി KS ജയ, സിന്ധു ജയൻ, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഐഷ തൃശൂർ, ഇന്ദിര ദിവാകരൻ, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, PK ഡേവിസ്, M രാജേഷ്, വേണു വെണ്ണറ, KA രമേശൻ, ജോസ് കുരിശിങ്കൽ, KR ജൈത്രൻ, TK സന്തോഷ്, CC വിപിൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. തട്ടിക്കൊണ്ടുപോയത് ഒരു യുവാവിനെയാണെന്നും ഒന്നിലധികം പേരെയാണെന്നുമെല്ലാം സൂചന.
കോൺഗ്രസ് ദൂരക്കാഴ്ചയില്ലാത്ത പാർട്ടിയാണെന്ന് ബിനോയ് വിശ്വം. രാഹുലിനെ വയനാട്ടിലേക്ക് അയച്ചത് അതുകൊണ്ട്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്നും ബിനോയ് വിശ്വം. സഭാ നേതൃത്വത്തിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി സംഗമം കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഏകീകൃത കുർബാന വിഷയത്തിൽ വിശ്വാസികളെ തെരുവിൽ തല്ലിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.